വൃന്ദേച്ചി അടിപൊളിയായിരുന്നു. ആ എൻ്റെ അത്ര ഇല്ലെങ്കിലും അടിപൊളിയായിരുന്നു. ഒന്ന് പോടാ, നല്ല രസമുണ്ടായിരുന്നു മോളെ. എന്താ ശിവ അവിടെ നിക്കുന്നേ? അത് എനിക്കൊരു കോഫി വേണമായിരുന്നു. അവിടെ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. ഇപ്പൊ ഇട്ട് തരാം സാർ. സാർ ഇതാ കോഫി. അവിടെ വെച്ചേക്ക്. സാർ പിന്നെ ഒരുപാട് നന്ദിയുണ്ട് അയാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തിയതിന്. അതെന്താ, നിന്റെ സമ്മതം ഇല്ലാതെയാണോ നിന്റെ അച്ഛൻ കല്യാണം നടത്തിയത്? അത് പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ പറയുന്നു വേണ്ട. ഈ ബുദ്ധിമുട്ടൊന്നുമില്ല. എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ് സൂര്യശങ്കർ. അച്ഛൻ കുറേ മുമ്പ് അയാളുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിയിരുന്നു. അത് കൊടുക്കാനില്ലാതെ വന്നപ്പോൾ അയാൾ പൈസക്ക് പകരം അയാളുടെ മകനെ എന്നെ കല്യാണം കഴിപ്പിച്ച് തരാൻ പറഞ്ഞു. എൻ്റെ അച്ഛന് അതിന് സമ്മതം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവസാനം അച്ഛന് സമ്മതിക്കേണ്ടി വന്നു. അയാളുടെ മകന് ഒരു ക്രിസ്ത്യാനി പെണ്ണിനോട് അടുപ്പുണ്ടായിരുന്നു. അത് പുറത്തറിഞ്ഞ് അയാളുടെ അഭിമാനം പോകുമെന്ന് പേടിച്ചിട്ട് അയാൾ വേറെ കല്യാണം കഴിക്കാൻ നോക്കി. വേറെ ആരും അയാൾക്ക് പെണ്ണ് കൊടുക്കില്ലെന്ന് അയാളുടെ അച്ഛനറിയാം. അത്ര വൃത്തികെട്ട സ്വഭാവമായിരുന്നു അയാളുടേത്. കല്യാണം കഴിഞ്ഞുടനെ നിന്നും അയാൾ എന്നെ തിരിഞ്ഞു പോയി നോക്കിയിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളുടെ അച്ഛനൊരു ഫ്ലാറ്റ് വാങ്ങി. അതിലോട്ടായി പിന്നെ താമസം. അന്ന് തൊട്ട് അയാൾ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നും കള്ളു കുടിച്ച് എന്നെ തല്ലും, ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് ദേഹത്ത് വെക്കും, ഒരുപാട് ഉപദ്രവിക്കും. എന്നാലും വേറെ ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷെ ഒരിക്കൽ കള്ളു കുടിച്ചു വന്നതിന് ശേഷം അയാളിൽ നിന്നും കാരണമാണ് അയാളുടെ കാമുകി പോയതെന്ന് പറഞ്ഞ് ഒരുപാട് തല്ലി. അവസാനം അയാളെന്നെ അന്ന് രാത്രി മുഴുവൻ അയാളെന്നെ സ്വന്തം ഭാര്യയാണെന്ന് പോലും ഒരു പരിഗണന പോലും തരാതെ നേരം പുലരും വരെ എന്റെ ശരീരത്തിൽ അയാൾ എനിക്ക് പറ്റാത്ത സമയം പോലും എന്നെ വെറുതെ ഇല്ല അയാൾ. എല്ലാം ഞാൻ സഹിച്ചു, എൻ്റെ അച്ഛനെയും വീട്ടുകാരെയും ഓർത്ത്. പക്ഷെ ഒരിക്കലും അയാളുടെ കൂട്ടുകാരൻ മുമ്പിൽ എന്നെ നിർത്തി വിലവേശിയപ്പോൾ അവിടെ നിന്ന് അവർക്ക് എന്നെ അയാൾ വിൽക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ഉള്ള ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. നടന്നതെല്ലാം വീട്ടിലുള്ളവരോട് പറഞ്ഞു. പക്ഷെ അയാൾ അവിടെയും വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം താങ്ങാനാവാതെയാ എൻ്റെ അച്ഛൻ കൂടുതൽ താമസിക്കാതെ എൻ്റെ അമ്മയും ഞങ്ങൾ വിട്ടുപോയി. പിന്നെ ഞാനും എൻ്റെ വീണയും മാത്രമായി. അച്ഛനും അമ്മയും പോയപ്പോൾ ഞങ്ങൾ തികച്ചും ഒറ്റപ്പെട്ടത്. അതും കൂടി ആയപ്പോൾ അയാളുടെ ശല്യം കൂടി വന്നു. രാത്രി വീട്ടിൽ വന്ന് അയാളുടെ കൂടെ കിടക്കാൻ പറയും. വാതിൽ തുറന്നില്ലെങ്കിൽ ബഹളം വെക്കും. ഒരുപാട് സഹിച്ചു. അവസാനം അയാളുടെ നോട്ടം എൻ്റെ വീണയിലെത്തിയപ്പോൾ അവളെ ഞാൻ ഹോസ്റ്റലിൽ നിർത്തിയത്. ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും അയാൾ വന്ന് ശല്യം ചെയ്യും. അവസാനം അമ്മാളമ്മ പറഞ്ഞിട്ട് ഇവിടെ എത്തിയത്. നീയപ്പോ ഡിവോഴ്സിനൊന്നും അപേക്ഷിച്ചില്ലേ? പക്ഷെ അയാൾ ഒപ്പിടുത്തരില്ലെന്ന് പറഞ്ഞു. നിയമപ്രകാരം അയാളുടെ ഭാര്യ ഞാനിപ്പോഴും. നീ ഇനി പേടിക്കണ്ട, ഇവിടെ നിന്ന് നിന്നെ ആരും കൊണ്ടുപോകില്ല. സാർ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. ഇവിടെ വരുമ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ മൂത്ത മകന്റെ സ്വഭാവത്തെക്കുറിച്ച് ഒരു രാവണനാണെന്ന്, എല്ലാവർക്കും പേടിയാണെന്ന്. ഇവിടെ വന്നാൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഇവരെ പറഞ്ഞവരുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അവരോട് പറഞ്ഞത് ഇവിടെ ഞാൻ സുരക്ഷിതയായിരിക്കുമെന്നാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്കങ്ങനെ പറയാനാണ് തോന്നിയത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെ അല്ലാതെ ഞാൻ വേറെ എവിടെയും സുരക്ഷിതയായിരിക്കില്ല. കാരണം സാറിനെ ഇപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ ദൈവത്തിനെ പോലെയാണ്. നന്ദിയുണ്ട് ഒരുപാട്. വൃന്ദ, നീ എൻ്റെ അടുത്ത് തന്നെയാണ് എത്തേണ്ടത്. ദൈവത്തിന്റെ നിയോഗമാണ്. കാരണം നിനക്ക് വേണ്ടി ഞാൻ ഒഴുക്കി കണ്ണുനീര് അങ്ങനെയൊന്നും ദൈവത്തിന് കണ്ടില്ലെന്ന് നടക്കാൻ പറ്റില്ല. നീ ഈ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇനി നിനക്കൊരു മടങ്ങി പോക്കില്ല. ഇനി നീ ഈ വീട്ടിൽ എൻ്റെ താലിയണിഞ്ഞ് എൻ്റെ പെണ്ണായി കഴിയും. യഥാർത്ഥ സ്നേഹം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരും. എനിക്ക് നിന്റെ ദൈവത്തിന്റെ സ്ഥാനമല്ല വേണ്ടത്. എനിക്ക് വേണ്ട സ്ഥാനം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം. അതിനു മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീർക്കാനുണ്ട്. നീ അനുഭവിച്ചത്ര ഇരട്ടി അവൻ ഇനി അനുഭവിക്കും. അവന്റെ ഭാര്യ പദവിയിൽ നിന്ന് ഈ ഇന്ദ്രന്റെ മാത്രം നന്ദിയെ മാറ്റും ഞാൻ നിന്നെ. നിനക്ക് ഉങ്ങളെ കൊഞ്ചം ഹെൽപ്പ് വേണം. ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിൽ അனுப்பேன். എന്താ വേണി, ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? വിളിച്ചേ? അത് എടുത്താലല്ലേ എന്തിനാന്ന് പറയാൻ പറ്റൂ. രാത്രി വിളിച്ച്
പാറുണ്ടായിരുന്നു. അതിനെന്താ, അവൾക്കറിയാലോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇഷ്ടം ആർക്ക്? ദേവേനി, എനിക്കറിയാം എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. നിനക്കും അറിയാം, വൃന്ദക്കും അറിയാന്ന്. പാറു നിങ്ങളോട് പറഞ്ഞൊക്കെ ഞാൻ അറിഞ്ഞു. അയ്യോ, അറിഞ്ഞു. ദുഷ്ടം, അത് വന്ന് പറഞ്ഞു. പിന്നെ പിന്നെ അത് മാത്രല്ല, ഞാൻ നിന്റെ കാര്യം അമ്മയോട് പറഞ്ഞു. അമ്മ അച്ഛനോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, എന്തിനാ അമ്മയോട് പറഞ്ഞത്? ഞാൻ ഇനി ഇങ്ങനെ അമ്മയുടെ മുഖത്ത് നോക്കും. കണ്ണുകൊണ്ട്. ഞാൻ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട്, എന്തായാലും പറയാനുള്ളതല്ലേ. എന്നാലും വേണ്ടായിരുന്നു. ഒരെന്നാലുമില്ല. വേണി, ഞാനൊരു ഉമ്മ തന്നോട്ടെ. എന്താ? വേണ്ട. ഒറ്റൊരെണ്ണം. അയ്യോ, വേണ്ട. വേണി, വേണി, നീ എവിടെയാടി? ഓ, ടൈമിങ്ങില്ലാത്ത ചെന്തു. ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ പോകട്ടെ. പോക്കോ. എന്റെ ദൈവമേ, എന്റെ ഹൃദയം ഇപ്പൊ പൊട്ടിപ്പോകും. എന്നാടി നീ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? നീ താഴേക്ക് പോ, നല്ല ചായ കുടിക്കാം. എന്താടാ നീ ഇവിടെ വരാൻ പറഞ്ഞത്? വാ പറയാം. ഏതവനാടാ ഇത്? എന്താടാ മതിയായില്ലേ നിനക്ക്? ഇനി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട് വേഗം. വേണ്ട, ഞാൻ ഒപ്പിട്ടോളാം. ഇനിയൊന്നും ചെയ്യില്ലേ. എന്നാ ഒപ്പിട്. സാർ, ഇനി എന്നെ വെറുതെ വിട്. ഞാൻ ഇനി അവളുടെ മുന്നിൽ പോലും വരില്ല, പ്ലീസ്. ഇനി നീ മുമ്പിലല്ല, അവളെ കുറിച്ച് ഓർക്കാനും കൂടെ പാടില്ല, മനസ്സിലായോ? ഇനി അവളെ എൻ്റെ വീട്ടിൽ എൻ്റെ കൈക്കുള്ളിലാണ് ജീവിക്കാൻ പോകുന്നത്. ഇനി അവളെ തിരിഞ്ഞ് അങ്ങോട്ട് വന്നാ അരിഞ്ഞ് കളയുന്ന ഞാൻ. എടാ, ഇത് ആരെ പറ്റിയാ നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇല്ല, ഞാൻ വരില്ല. അവളെ പറ്റി ഓർക്കുക പോലും ഇല്ല. വാ പോവാ. എടാ, എന്താ ഇവിടെ? ഏത് പെണ്ണാണ്? നീ സമയം കിട്ടുമ്പോ വീട്ടിലോട്ട് വാ. എടാ ശിവ, ശേ, ഇവനിതെന്താ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളോടുള്ളൂ സ്നേഹം തോന്നുന്നത്? ഇനി ഇത് ഏത് പെണ്ണാണാവും? പോക്ക് കണ്ടിട്ട് മറ്റേതിന് മറന്ന മട്ട. എന്താ ഏട്ടാ, എന്ത് പറ്റി? ആകൊരു വല്ലായ്മ പോലെ. ഒന്നുമില്ല, ഓഫീസ് പ്രഷർ, അല്ലാതെ എന്ത്? ഏട്ടാ ഇപ്പോഴും ആരാന്ന് അറിഞ്ഞില്ലേ? ഇല്ല, പക്ഷെ കൂടെയുള്ളവർ തന്നെയാ ചതിക്കുന്നത്. ആരും? എന്താ ഏട്ടാ ഉദ്ദേശിച്ചത്? ഒന്നുമില്ല, നീ കടന്നു. എനിക്ക് കുറച്ച് പേപ്പർ നോക്കാണ്ട്. ഏട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? അത് ഏട്ടന് എതിർപ്പൊന്നും പറയരുത്. നീ എന്താന്ന് വെച്ച് പറ, എന്നാലും എനിക്കറിയൂ. നമ്മുടെ സൂര്യക്ക് ഒരു കുട്ടിയെ ഇഷ്ടമാണ്. ആരാധ എന്നോട് പറഞ്ഞു. കുട്ടിയെ പറ്റി അറിഞ്ഞപ്പോ എനിക്കും ഇഷ്ടമായി. ആരാ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട ആ കുട്ടി? അത് നമ്മുടെ വൃന്ദമോളുടെ അനിയത്തി വേണി. ആ കുട്ടിയോ? അത് ലക്ഷ്മി? ഏട്ടാ, എതിർപ്പോലെന്ന് പറയാനാണ് പോകുന്നതെങ്കിൽ വേണ്ട. എന്റെ മൂത്ത മകനെ പോലെ ഇവനെയും ആക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആര് സമ്മതിച്ചെങ്കിലും ഞാൻ സമ്മതിക്കും. എനിക്ക് ആ കുട്ടിയെ ഒരുപാട് ഇഷ്ടമാണ്. എന്റെ പൊന്നു ലക്ഷ്മി, ഞാൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിച്ചു കൂട്ടുന്നത്? ഞാൻ പറഞ്ഞത് ആ കുട്ടി സമ്മതിക്കൂന്നാ. വൃന്ദമോൾക്ക് ആകെ സ്വന്തം എന്ന് പറയാനേ ആ കുട്ടിയല്ലേ ഉള്ളൂ. അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്താ കുഴപ്പം? ഓ, ഞാൻ പേടിച്ച് നിങ്ങൾ വല്ല മുടക്കവും പറയാന്ന് കരുതി. അല്ലെങ്കിൽ നീ അങ്ങനെ തന്നെയാണ്, എന്നെ വെറുതെ സംശയിക്കും. ഏട്ടാ, നമ്മുടെ ശിവക്ക് വേണ്ടി ഒരു ജീവിതം അവനിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ കുട്ടി പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് എന്റെ മോൻ സന്തോഷത്തോടെ നമ്മുടെ കൂടെ ഉണ്ടായേനെ. ഇതിപ്പോ അന്യരെ പോലെ ഒരു വീട്ടിൽ. നീ സങ്കടപ്പെടണ്ട, അവന്റെയും പൂജയുടെയും കല്യാണം ഇതിന്റെ കൂടെ നമുക്ക് നടത്താം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ ആ കൊച്ചിനെ മറന്നു വേറെ കെട്ടുന്നു? അത് പൂജയെ, അവൻ പൂജയെന്ന് കേൾക്കുന്നത് തന്നെ ചതുർത്ഥിയ. എന്ത് ചെയ്യാനാ, ആ കുട്ടി അവന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്. കാത്തിരിക്കത്തി ഉണ്ടാകത്തുള്ളൂ. അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രല്ല, എനിക്ക് വൃന്ദമോളെ പോലെ ഒരു മരുമകളെ വേണ്ടത്. എന്നാ അവളെ അറിയിച്ചേക്കാം നമുക്ക് അവന് വേണ്ടി.
ഒന്ന് പോയേട്ടാ, തമാശ പറയാതെ. ഇടി കാര്യം പറഞ്ഞേ, എനിക്കിഷ്ടമാണ് ആ കുട്ടിയെ. പക്ഷേ വേറെ ആരും സമ്മതിക്കില്ല. ആ കുട്ടിയുടെ കല്യാണം ഒരു തവണ കഴിഞ്ഞതല്ലേ. ഇല്ലെങ്കിൽ അവളെ ഞാൻ എന്റെ മരുമകളാക്കിയേനെ. അതിന് നിന്റെ മോനും കൂടെ സമ്മതിക്കണം. അതും ശരിയാ. അല്ലെങ്കിൽ ആ കുട്ടിയെ കിട്ടാനുള്ള ഭാഗ്യമൊന്നും എന്റെ മോൻ ചെയ്തിട്ടില്ല. എന്തായാലും നീ കിടക്ക്, ഇനി നാളെ സംസാരിക്കാം. ഏട്ടാ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഏട്ടൻ അമ്മയോടൊന്ന് സംസാരിക്കണേ. സൂര്യയുടെയും ഇവിടെയും അല്ലേ, ഞാൻ പറയാം. ശരി ഏട്ടാ. പൂജമോളോ എന്താ ഇവിടെ നിൽക്കുന്നേ? ഏയ് ചുമ്മാ നിന്നതാ. അല്ല സൂര്യക്കും വേണിക്കും എന്താ? മോള് കേട്ടോ അത്. ഇനി വേറെ ആരോടും പറയണ്ട. സൂര്യക്ക് വേണിയെ ചെറിയൊരു ഇഷ്ടം, അത് പറയായിരുന്നു. ഓ അങ്ങനെ. എന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോട്ടെ. രണ്ടെണ്ണം ഇവിടെയുള്ള ആളുകൾ മൊത്തം മയക്കെടുക്കാൻ വന്നിരിക്കുക. ഇളയവളെന്തായാലും സൂര്യ വളച്ചെടുത്തു. ഇനി മൂത്തവൾ എന്റെ ശിവയെ വളച്ചെടുക്കൂ. സമ്മതിക്കണേ ഞാൻ. അവളെ എങ്ങനെയെങ്കിലും ഓടിക്കണേ ഇവിടെ. അവളോട് ശിവക്ക് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്, കാണിച്ചു കൊടുക്കാൻ ഞാൻ. പൊക്കോ, നിനക്കുള്ള പണി ഞാൻ തരാടി. അവള് കുറച്ചു നേരം അയാളെ പോയിട്ട് വരട്ടെ, നടും തെളിവിയട്ടെ ശല്യം. അയ്യോ, ശിവേട്ടനാണല്ലോ വരുന്നത്. ശോ, സൂക്ഷിച്ചു. എന്താ കണ്ണില്ലേ? ഇപ്പൊ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിലോ? കാല് വേദനിക്കുന്നു. ഇവിടെ ഇരിക്ക്. നോക്കി നടന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. என்னை தொடும் தென்றல் உன்னை தொடவில்லையா? என்னை சுடும் காதல் உன்னை சூடவில்லையா? என்னில் விழும் மழை உன்னில் விழவில்லையா? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓ, ഇവളെന്റെ ശിവയെ തട്ടിയെടുക്കും. അവളെ നോക്കി ചിരിക്കുന്നത് കണ്ടോ? നിങ്ങൾ എന്റെയാ. നിങ്ങളെ കിട്ടാൻ എന്റെ മുന്നിലുള്ള തടസ്സം നീക്കുന്നവരെ കൊന്നു കളയും ഞാൻ. അയ്യോ, എന്ത് പറ്റിയ മോളെ? അയ്യോ ഒന്നും ലക്ഷ്മി, കാല് വേദിയതാ. നമുക്ക് ഹോസ്പിറ്റലിൽ പോണോ? അയ്യോ വേണ്ട സാർ, എനിക്ക് മരുന്ന് തേച്ചു തന്നു. ശിവ? അയ്യോ ചേച്ചി, എന്ത് പറ്റി? ഒന്നുമില്ല വേണിമോളെ, ചെറുതായിട്ടൊന്ന് കാല് വേദിയതാ. സൂര്യ പറഞ്ഞ പോലെ ഇനി വൃന്ദയാവോ നന്ദ? വൃന്ദ, ഇനി നീ എന്റെ മാത്രം സ്വന്തമാണ്. ഈ ഇന്ദ്രന്റെ മാത്രം നന്ദ. മനസ്സിലായില്ല. ഞാൻ ശിവയുടെ ഫ്രണ്ടാണ്. കുട്ടി ഏതാ? അയ്യോ, എനിക്ക് അറിയില്ലായിരുന്നു. ഹരിയേട്ടാ, എത്രയായി കണ്ടിട്ട്? പാറു, ഇതാരാ? അതെന്റെ ഫ്രണ്ടാണ്. ഓ, എന്നിട്ട് എവിടെ എല്ലാരും? ഇവിടെ ഉണ്ട്. ഏട്ടൻ കയറി വാ. അമ്മേ, ദേ ഹരിയേട്ടൻ വന്നിട്ടുണ്ട്. ആണോ മോളെ? നീ ഇത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ജ്യൂസും കൊണ്ട് അങ്ങോട്ട് വാട്ടോ. ശരി ലക്ഷ്മി. ഏട്ടൻ എന്നിട്ട് സുഖല്ലേ? ആടി, അല്ല എവിടെ നിന്റെ ഏട്ടന്മാരൊക്കെ? ഇവിടെ ഉണ്ട്. ഹരി, എന്തൊക്കെയുണ്ടടാ വിശേഷം?
ആ സുഖാണ് ആൻറ്റി. അല്ല ആരിത്? ഹരിയേട്ടനോ? കുറെ ആയാലോ ഈ വഴിക്ക് കണ്ടിട്ട്. ഞാനൊന്നേ കാണാനിരിക്കായിരുന്നു ഹരിയേട്ടനെ. ഞാൻ ബിസിനസ് ട്രിപ്പിലായിരുന്നടാ. കുറച്ച് ദിവസമായിട്ടുള്ളൂ എത്തിയിട്ട്. പിന്നെ ബിസിനസ് ഒക്കെ തുടങ്ങിയപ്പോൾ പഴയ പോലെ ഒന്നും വരാൻ പറ്റണ്ടേ. അല്ല എന്നിട്ട് നീ എന്താ കാണുന്നു പറഞ്ഞേ? അത് പിന്നെ ഹരി അവിടെ എന്താ ഇങ്ങോട്ട് കയറി പോരെ? ആടാ ഇതാ വരുന്നു. മോനെ ഈ ജ്യൂസ് കൊണ്ട് പൊക്കോ. വൃന്ദ വൃന്ദ മോളെ മോളെ നീ എങ്ങനെ ഇവിടെ? ഹരിയേട്ടൻ വൃന്ദ നീ എങ്ങനെ ഇവിടെ? മോളെ മോളെ നിനക്ക് സുഖമല്ലേ? നിന്നെ ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിരുന്നു, പക്ഷെ ഒരു വിവരമില്ലായിരുന്നു. ഹരിയേട്ടൻ സുഖമല്ലേ? ഏട്ടാ മീര അവള് നീ പണ്ട് ചോദിച്ചതുപോലെ ഞാൻ തന്നെ അവളെ കിട്ടി. ആണോ? എനിക്ക് കാണണം അവളെ, കുറെ ആയി കണ്ടിട്ട്. ആ മോളെ അവൾക്ക് ഒരുപാട് സന്തോഷമാവും നിന്നെ കണ്ടു പറഞ്ഞു. അല്ല മോളെങ്ങനെ ഇവിടെ? ഹരി നീ എന്നെ കാണാനാണ് വന്നത്? മോനെ നീ അങ്ങോട്ട് ചെല്ല്, ഇല്ലെങ്കിൽ അവൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അത് ശരിയാ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മേ കണ്ടോ എന്തൊക്കെയോ ഉണ്ട്. ഒന്നും മിണ്ടാതിരിക്ക്. മോളെ നിനക്ക് ഹരിയെ നേരത്തെ അറിയോ? ഞാൻ +2 പഠിക്കുന്ന സമയത്ത് അറിയാം. എന്റെ കൂട്ടുകാരി മെയ്യെ ഹരിയേട്ടൻ ഇഷ്ടമായിരുന്നു, അങ്ങനെയുള്ള പരിചയമാണ്. അപ്പൊ മോൾക്ക് ശിവയെ അറിയില്ലേ? അവനെ കണ്ടിട്ടില്ലേ നീ? ശിവസാറിയോ? ഇല്ല. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി മോളെ. എന്നാലും അതെങ്ങനെയാ? ഹരിയേട്ടനെ അറിയാം, ശിവേട്ടനെ അറിയില്ല. എന്താ ഇവിടെ? എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് നിങ്ങളത് പോയി മനുഷ്യനായി കൺഫ്യൂഷൻ ആയിരിക്കുമ്പോഴാ? അതിൽ ഞങ്ങൾ എന്ത് ചെയ്തു? കുന്തം നീ ഒന്ന് പോയി. ഓ ശരി രാജാവേ, വേണു നീ വന്നേ. എന്നാലും ഇതെങ്ങനെ ഒന്നും മുന്നോട്ട് മനസ്സിലാവുന്നില്ലല്ലോ. അതിൽ തലകത്ത് എന്തെങ്കിലും വേണം, അപ്പോഴേ മനസ്സിലാവും. ഓ തമാശ. എന്നാലും അതെങ്ങനെ? എടാ ശിവ, വൃന്ദ അവളെങ്ങനെയാ ഇവിടെ? എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നോട് ചിരിക്കാനല്ല പറഞ്ഞത്. എന്താ ഹരി നിന്റെ പ്രശ്നം? ഞാൻ ചിരിക്കുന്നതാണോ അതോ വൃന്ദ ഇവിടെ ഉള്ളതാണോ? ഇത് രണ്ടുമല്ല, അവളിവിടെ എങ്ങനെ എത്തി എനിക്കതാണ് അറിയേണ്ടത്. ശിവ, അവളപ്പോ നീ അന്ന് ഡിവോഴ്സ് വാങ്ങിയത് അവൾക്ക് വേണ്ടിയാണോ? അതെ. എന്നിട്ട് എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? കൊന്ന് കളഞ്ഞേനെയാന്ന് അതിന്റെ മോനെ. നീ അവനെ വെറുതെ വിട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചിരിക്കുന്നു നീ. ഇതുവരെയധികം അവളെ സ്നേഹിച്ചിട്ടും എങ്ങനെയാണ് അവളെ ഉപദ്രവിച്ചവനെ നിനക്ക് വെറുതെ വിടാൻ തോന്നി? എന്താ ഹരി, നിനക്കിപ്പോഴും എന്നെ അറിയില്ലേ? അവളെ നഷ്ടപ്പെടുത്തിയവരുടെ ഇത്ര കാലമായിട്ടും എനിക്ക് ക്ഷമിക്കാൻ കഴിയിട്ടില്ല. പിന്നെ എങ്ങനെയാ എന്റെ ജീവനായി കാണുന്നവളെ ഉപദ്രവിച്ചവനെ ഞാൻ വെറുതെ വിടുന്നത്? എനിക്ക് മനസ്സിലായില്ല. അവന്റെ ശരീരത്തിൽ ഞാൻ ഡ്രഗ്സ് കയറ്റിയിട്ടുണ്ട്. അത് അവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും കാർന്നു തന്നു. വേദന സഹിച്ച് നരകിച്ചിട്ടേ അവൻ ചാവും. എന്റെ പെണ്ണിനെ അവൻ തൊട്ടത് അത്ര പെട്ടെന്നൊന്നും ഞാൻ ചാവാൻ വിടില്ല. ഈ ഭൂമിയോട് തന്നെ അവന് വെറുപ്പ് തോന്നും ജീവിച്ചിരിക്കുന്നത് ആലോചിച്ച്. ശിവ, നിനക്കറിയോ, അവളെ ആദ്യമായി ഇവിടെ വെച്ച് കണ്ടപ്പോ എനിക്കറിയില്ല, എന്റെ ജീവൻ തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു. ഇത്ര കാലം ജീവനില്ലാത്ത എന്റെ ശരീരത്തിലേക്ക് ജീവൻ വന്ന പോലെ. പക്ഷേ എനിക്ക് സന്തോഷിക്കാൻ പറ്റിയില്ല, കാരണം ദേഷ്യവും സങ്കടം ഒരുമിച്ച് വന്നു. ഇത്ര കാലം അന്വേഷിച്ചു കണ്ടെത്താൻ പറ്റാത്തവളെ പെട്ടെന്നൊരു ദിവസം വീട്ടുജോലിക്കാരുടെ രൂപത്തിൽ കണ്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ ഉള്ളിൽ അവളെ ഇറക്കി വന്ന് കെട്ടിപ്പിടിച്ച് ഇത്ര കാലം എവിടെയായിരുന്നു ചോദിച്ച് മുഖം മുഴുവൻ ചുംബിക്കാനാ തോന്നിയത്. പക്ഷെ അവളെന്റെ അല്ലാന്ന് എന്റെ മനസ്സിനോട് പറഞ്ഞത് കൊണ്ടാ ഞാൻ. ശിവ, നീ എന്ത് ചെയ്യാനാ പോകുന്നത്? അവൾക്ക് നിന്നെ അറിയാത്ത കൂടിയില്ല. അറിയാം, അവളെന്നെ ശരിക്കും കണ്ടിട്ടില്ലാന്ന് എന്നെ ഓർമ്മ കൂടെ കാണില്ല. പക്ഷേ ഇനി ഞാൻ അവളെ ആർക്കും വിട്ടുകൊടുക്കില്ല. അവളെ ഈ വീട്ടിൽ കാല് കുത്തിയത് മുതൽ അവൾക്ക് ഇനി ഒരു മടങ്ങി പോക്കുണ്ടാവില്ല. ഇനി മരണത്തിനല്ലാതെ അവളെ എന്നിൽ നിന്നും ആർക്കും പിടിക്കാൻ പറ്റില്ല. ഇത്ര കാലം ഞാൻ ജീവിച്ചിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. അവളെ ദൈവമാ എന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇനി ഞാൻ അവളെ കൈവിടില്ല.
എനിക്ക് വേണം എന്റെ പെണ്ണെ എന്റെ മാത്രം നന്ദിയായി. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ നിന്റെ വീട്ടിലുള്ളവർ സമ്മതിക്കുമെന്ന്? ഇനി അവർ സമ്മതിച്ചാലും വൃന്ദ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? വീട്ടുകാരുടെ സമ്മതം ആർക്ക് വേണം? ഒരിക്കലും അവരുടെ സമ്മതം ചോദിച്ചതാ. ഇനി ശിവക്ക് സ്വന്തം അഭിപ്രായം മാത്രം, വേറെ ആരുടെയും വേണ്ട. പിന്നെ വൃന്ദ, അവൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും അവൾക്ക് ഇനി എന്റെ അടുത്ത് നിന്ന് ഒരു തിരിച്ചു പോക്കില്ല. എടാ, അത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. വേണ്ട, അതിനെ നീ സങ്കടപ്പെടുത്തരുത്. ഹരി, അവളെ നേടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇനിയും അവൾ നഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. ശിവ, നീ തെറ്റായി ഒന്നും ചെയ്യരുത്. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവൾ ഒരുപാട് സഹിച്ചിട്ടുണ്ട്. ഇനിയും അതിനെ സങ്കടപ്പെടുത്തരുത്. ഇല്ലടാ, അവൾ എന്റെ ജീവനാടാ. എനിക്ക് വേണം അവളെ. അവളെ ഇനി നഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഞാൻ ചത്തുപോകും. ശിവ, എനിക്ക് പറ്റില്ലടാ ഇനിയും. പക്ഷെ നീ പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യില്ല അവളെ. എനിക്കറിയാം നിനക്കാളെ വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ എന്തോ എനിക്കൊരു പേടി, അവൾ നിന്നെ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന്. അവൾ എന്നെ സ്വീകരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്നെ ഇഷ്ടപ്പെടിപ്പിക്കും അവളെ. ഇനി മുതൽ ഇവിടെയുള്ളവർ കാണാൻ പോകുന്നത് ശിവയെ അല്ല, ഇന്ദ്രനെയ. വൃന്ദയെ ഞാൻ എന്റെ നന്ദിയാക്കി മാറ്റും. എത്രയായിടാ നീ ഇങ്ങനെ മനസ്സ് തുറന്ന് ജീവിച്ചു കണ്ടിട്ട്? നിനക്കറിയില്ല എന്റെ സന്തോഷം. ഇപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷവാനാണ്. ഇത്രയും അനുഭവിച്ച സങ്കടങ്ങൾക്കെല്ലാം ഞാനിപ്പോൾ സന്തോഷിക്കുന്നുണ്ട്. അത് നിന്റെ മുഖത്ത് കാണാനുണ്ട്. നേരത്തെ നിന്റെ അടുത്ത് വരുമ്പോ ഒരു റോബോട്ടിനെ പോലെയായിരുന്നു നീ, ഒരു വികാരം ഇല്ലാതെ. ഇപ്പോഴാ എനിക്ക് എന്റെ പഴയ ഇന്ദ്രനെ കിട്ടിയത്. ഞാൻ ചെല്ലട്ടെ, എനിക്ക് മീരയോട് ഈ കാര്യം പറയണം. അവളുടെ കൂടെ വരാൻ നീ. ശരി. നീ വരുന്നോ വൃന്ദയുടെ അടുത്തേക്ക്? പയ്യൊരു പരിചയം പുതുക്കാം. പോടാ, അവൾക്ക് എന്നെ ഓർമ്മ കൂടെ കാണില്ല. അത് ശരിയാ, നിന്റെ മുഖം പോലും കണ്ടിട്ടില്ല, പേര് പോലും നേരെ അറിയത്തില്ല. നീ ചെല്ല്, ഞാൻ അവിടെ ഉണ്ടാവും. എനിക്കറിയണം അവൾക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന്. ശരി എന്നാ. വൃന്ദ, എന്ത് മായാ പെണ്ണെ നീ എന്നിൽ ചെയ്തത്. ഇത്രയേറെ ഞാൻ നിന്നിൽ അടിമപ്പെട്ടു പോകാൻ. ആന്റി, ഞാൻ പോവാണ്. അയ്യോ, മോൻ പോവാണോ? ഭക്ഷണം കഴിച്ചിട്ട് പോയാ പോരെ മോനെ? അത് പറ്റില്ല. ഭക്ഷണം കഴിക്കാൻ നിന്നാലേ എന്റെ പെണ്ണുമ്പിള്ള ഭദ്രകാളിയാകും. എന്നാ ഞാൻ പോട്ടെ. വൃന്ദ, വാ ചോദിക്കട്ടെ. ചെല്ലു മോളെ, ബാക്കി പണി ഞാൻ ചെയ്തോളാം. എല്ലാം ഞാൻ അറിഞ്ഞു. ഇനി മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങളൊക്കെ അല്ലേ. എനിക്കറിയാം. ഇവിടെ വന്നപ്പോ തൊട്ട് എനിക്ക് വേണ്ടപ്പെട്ട ആരൊക്കെ ഉള്ള പോലെ ഒരു തോന്നല. ശരിയാ, നിന്നെ മാത്രം മനസ്സിലിട്ട് ജീവിക്കുന്ന ഒരു ജീവനുണ്ട് ഇവിടെ. എന്നിട്ട് മോൾക്ക് ഇവിടെ എല്ലാവരും ഇഷ്ടമായോ? പിന്നെ എല്ലാവരും നല്ലതാ. ലക്ഷ്മിയമ്മയും ദേവച്ചനും മുത്തശ്ശി പാറു സൂര്യേട്ടൻ പിന്നെ 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 ശിവസാർ. അതെന്താ ശിവസാറിന് മാത്രം ഒരു തെളിച്ചല്ലാത്തെ? ഈ ശിവസാറിന്റെ ദൈവമാണ്, അങ്ങനെയാണ് കാണുന്നത്. ശരിയാ, നിനക്കവൻ ദൈവം തന്നെയാ. ഇത്ര കാലമായിട്ടും നിന്നെ മനസ്സിലിട്ട് നടക്കുന്നവനെ നീ എന്നാ മനസ്സിലാക്കുക. ശരിയാ, എല്ലാവർക്കും അവൻ ദൈവമൊന്നും അല്ലാട്ടോ. ചിലർക്കൊക്കെ അവൻ സാക്ഷാൽ കാലഭൈരവനാ. അറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട് സാറിനെ പറ്റി. എന്നാ ഞാൻ അങ്ങോട്ട് പോട്ടെ. ഇനി മീരയെ കൂട്ടി വരാം. ശരി ഏട്ടാ, മീരക്ക് സുഖല്ലേ? പെട്ടെന്ന് തന്നെ വരണേ, കാണാൻ കൊതിയായി. അവൾ എന്നോട് പിണക്കത്തിലാവും, ഇത്ര കാലമായിട്ടൊന്ന് വിളിക്ക പോലും ചെയ്യാഞ്ഞിട്ട്. ശരിയാ, ആദ്യമൊക്കെ എന്ന് പറഞ്ഞിരുന്നു നിന്നെ ഇനി കണ്ടാൻ വേണ്ടില്ലാന്ന്. പക്ഷേ ഇപ്പൊ ഇടയ്ക്കൊക്കെ പറയും ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റിയിരുന്നെങ്കിലെന്ന്. നിന്നെ കണ്ട കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും നാളെ തന്നെ വരേണ്ടി വരും. എന്നാ ശരി മോളെ, ഞാൻ പിന്നെ വരാം. ശരി. ഏട്ടാ. എന്താ മോളെ? അല്ല, അത് മറ്റേ ഏട്ടന്റെ വിശേഷം എന്താ? ആരത്? മറ്റേ ഏട്ടൻ, ഏട്ടന്റെ കൂടെ ഉണ്ടാവാറില്ലേ ആ ചേട്ടൻ? ഓ, അവനോ? മോൾക്ക് അവനൊക്കെ ഓർമ്മയുണ്ടോ? പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? എനിക്ക് ആകെയുള്ളൊരു നേരം പോക്ക് ആ ചേട്ടനായിരുന്നില്ലേ. എന്നും ആ ചേട്ടനെ കണ്ട് തലകൂടാനല്ല വരാറ്. എന്നിട്ട് ഏട്ടനെ കല്യാണം കഴിഞ്ഞോ? ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലാണെന്ന് പറഞ്ഞിരുന്നു, അതിന് തന്നെയാണോ കിട്ടിയത്? ഓ, നിർത്തി ചോദിക്കണ്ട മോളെ. ആ ചേട്ടനെ പറ്റി അറിയാൻ ഇത്രക്ക് എടുക്കോ? ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അവന് സുഖമൊക്കെ തന്നെയാണ്. പക്ഷേ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അവന് സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് നിരാശകാമുകനായി നടക്കുക. അയ്യോ, ആണോ? എന്തിനാ അങ്ങനെ നടക്കുന്നത്? വേറെ കല്യാണം കഴിച്ച് പോവല്ലേ വേണ്ടത്? ഞങ്ങളത് ഒരുപാട് പറഞ്ഞു. പക്ഷെ ആ പെണ്ണിനെ അവന് ഹസ്തിക്ക് പിടിച്ചിരിക്കുക. അതവൻ മരിച്ചാലേ മാറും. അപ്പോ ഏട്ടനിപ്പോഴും ആ പെണ്ണിനെ ആലോചിച്ച് നടക്കണോ? അതെ, അവളെ അല്ലാതെ അവൻ ഈ ജന്മം ആരെയും സ്നേഹിക്കില്ല.
അത്രക്ക് അവൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. ഓ ആണോ? അല്ല, ഏട്ടനും ശിവസാറും തമ്മിൽ എങ്ങനെ അറിയാം? അത് ഹലോ, ഓക്കെ, ഞാനിപ്പോൾ വരാം. മോളെ, എനിക്ക് അർജന്റായിട്ട് ഓഫീസിലെത്തണം, പിന്നെ കാണാം. ശരി ഏട്ടാ. അയ്യോ, ഈ 4 ഏട്ടന്റെ കല്യാണം കഴിഞ്ഞില്ല. എന്റെ ഈശ്വരാ, ഞാനൊന്ന് പറഞ്ഞത് ആരും പറ്റിയോ? നിനക്ക് നീ സ്നേഹിച്ച പെണ്ണിനെ കിട്ടാതെ പോട്ടടാ. അങ്ങനെ കാര്യം സംഭവിച്ചാല് ഞാൻ നിന്നെ കിട്ടൂടി. അയ്യോ പാവേട്ടൻ, ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ മാപ്പ് പറയായിരുന്നു. ഇനി ഏട്ടൻ വരുമ്പോ ചോദിക്കാം. അപ്പോ നിനക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? നീ ഇനി കാണാൻ പോകുന്നത് ഇതുവരെ നീ കാണാത്ത ശിവയാവും. വെയിറ്റ് ഫോർ എന്താ, നിന്നെ എന്റെ സ്വന്തമാക്കാൻ ഞാൻ ഏതറ്റം വരെയും പോവും. മോളെ, ആ കറിയങ്ങ് എടുത്തേ. മോളെ, നീ കൂടെ ഇരിക്ക്. അയ്യോ വേണ്ട മുത്തശ്ശി, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തിന് എനിക്കിവിടെ അങ്ങനെ പിന്നെ മാറിയിരുന്ന് കഴിക്കലൊന്നും വേണ്ട. ഇവിടെ എല്ലാവരും ഒരുമിച്ച് കഴിച്ചാൽ മതി. അത് ശരിയാ, വൃന്ദ ഇരിക്ക്. ശരി. നല്ല അനുസരണയുള്ള കുട്ടി. ഓ, സൽക്കരിച്ചിരുത്താൻ ഇവളാരാ? ശവം. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ മിക്കവാറും എനിക്ക് പണിയാവും. എങ്ങനെ ഇവിടെ ഒന്ന് ഓടിക്കും? എന്താടി ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ഓ, ഇവിടെ ഒന്ന് കടിച്ച് തിന്നാൻ തോന്നുന്നുണ്ടല്ലോ. അയ്യോ, കാളിന് ഇവിടെ ഉണ്ടായിരുന്നോ? അങ്ങോട്ട് നോക്കാതിരിക്കുന്നതോ നല്ലത്. மாலை மங்கும் நேரம் ஒரு மோக கண்ணின்னோரம் உன்னை பார்த்து கொண்டே நின்றாலும் போதும் என்று தோன்றும். கடிகாரம் காட்டும் நேரம் அதை நம்ப மாட்டேன் நானும். അയ്യോ, മോൾക്ക് എത്ര പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞോ? എനിക്ക് മതി. നേരം നേരം തീയായി മാറും ദേഹം ദേഹം. എന്റെ ഈശ്വര, എന്താ സാറ് പറ്റി? എന്തിനാ എന്നെ അങ്ങനെ നോക്കിയത്? എന്താ മുഴുവൻ കഴിക്കാഞ്ഞേ? സാർ, എനിക്ക് മതിയായി. അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ. സാർ, എന്താണോ? ഞാൻ വെള്ളം എടുത്തതാ. എന്താ പേടിച്ചോ? ഞാനിവിടെ ഉള്ളപ്പോ നീ എന്നെ അല്ലാതെ വേറെ ആരെയും പേടിക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി. അയ്യോ, ഇങ്ങനെന്താ? അങ്ങേരുടെ അടുത്ത് വന്നപ്പോ എനിക്കെന്താ പറയുന്ന ഒരാളെ പോലെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലക്ഷ്മി ഒന്നും വന്നേ. എന്താ അമ്മേ? മോളെ, ദേവൻ കിടന്നോ? ആ അമ്മേ, എന്തേ വിളിക്കണോ? വേണ്ട, അവനോട് നാളെ എനിക്ക് മറന്നു വേണമെന്ന് പറയണം. ശരി അമ്മേ. പിന്നെ അവൻ സൂര്യമോന്റെ കാര്യം പറഞ്ഞു. എനിക്ക് സമ്മതാട്ടോ. വേണിക്കുട്ടി അവൾ നല്ല മോളാ. ആ ശരിയാ, നല്ല കുട്ടിയാ. എനിക്ക് അവന് വേണി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നല്ല സന്തോഷമായി. എന്റെ ശിവമോനെ പോലെ എന്റെ സൂര്യ നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക്. ശരിയാ, എനിക്ക് വൃന്ദമോളെ കൂടെ ഇവിടേക്ക് മരുമകളായി കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ആ കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞില്ലേ. അമ്മ പറഞ്ഞത് ശരിയാ, എന്റെ ഉള്ളിലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം ശരിയാവും. എന്റെ ശിവക്കും ഇപ്പോ നല്ല മാറ്റമുണ്ട്. അതെ, പഴയ ശിവയെ പോലെ ആവുന്നുണ്ട് അവനിപ്പോ. ദേഷ്യം കുറച്ച് കുറഞ്ഞ പോലെ. എല്ലാം ആ മക്കൾ വന്നതിന്റെ ഐശ്വര്യാണ്. ശരിയാ അമ്മ പറഞ്ഞത്. അവരല്ലെങ്കിലും ദൈവത്തിന്റെ അനുഗ്രഹമുള്ള കുട്ടികളാ. വൃന്ദമോളുടെ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിലേ ഞാൻ ശിവയ്ക്ക് വേണ്ടി അവൾ ആലോചിച്ചേനെ. അവൻ നല്ല ചേർച്ചയാവും. എപ്പോഴും ആലോചിക്കൊക്കെ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യാനാ,
അവൻ സമ്മതിക്കില്ല. മാത്രമല്ല പൂജ അവൾ അവന് വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്. അമ്മ പറഞ്ഞത് ശരിയാ. ശിവ ആ കൊച്ചിനെ മറന്ന് ആരെ സ്വീകരിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ശരിയാ. അമ്മ കിടന്നോളൂ, കുറെ നേരമായില്ലേ ഇരിക്കുന്നു. ആ മോളെ, നീയും പോയി കിടന്നോ. ആ അമ്മേ. നീ ഉറങ്ങിയില്ല മോളെ? ആ ലക്ഷ്മി, ഞാൻ കിടക്കാൻ പോവാ. നിക്ക്. എന്നാ ചെല്ല്. എന്താ മോൾക്ക് പറ്റിയത്? ഈ ഇടയായിട്ട് കുറച്ച് ആലോചന കൂടിയിട്ടുണ്ടല്ലോ. ലക്ഷ്മി, ചേച്ചി കിടന്നോ? ആ വേണു മോളെ, ചേച്ചി കിടന്നല്ലോ. എന്തേലും വേണോ? ഒന്നുമില്ല, ചുമ്മാ ഒന്ന് കാണാൻ. ഓ അത് ശരി, ചെല്ല്, ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. ഹലോ, എവിടെയായിരുന്നു? ഞാൻ നേരത്തെ വിളിച്ചപ്പോ എന്താ എടുക്കഴിഞ്ഞു? അതിനെ ഫ്രഷ് ആവുകയായിരുന്നു. ഓ, എന്നിട്ട് ഫുഡ് കഴിച്ചോ? നീയോ? ആ, കഴിച്ചു. എന്നിട്ട് എവിടെ വീണ? അവിടെ ഇല്ലേ? ഇത്ര ധൈര്യത്തിന് കാൾ ചെയ്യാന്? അവള് വൃന്ദേശിയെ കാണാൻ പോയി. ഇപ്പൊ വരുമായിരിക്കും. എന്തായാലും നിനക്ക് ഫോണുള്ളത് കൊണ്ട് ഇതുപോലെ സൗണ്ടെങ്കിലും കേൾക്കാലോ. അതിന് എന്റെ ഏട്ടനോട് വേണം നന്ദി പറയാൻ. അത് ശരിയാ, അവനല്ലെങ്കിൽ എന്റെ പൊന്നളിയനല്ലേ. ആ, അത് പറഞ്ഞു പോയാ. ഏട്ടൻ നമ്മളെ വേണി ഇഷ്ടമാണ്. ഓ, എനിക്കറിയാം. അറിയാതോ? എങ്ങനെ? എന്താടി, അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൻ ആദ്യം എന്നോടാ പറഞ്ഞത്. ഓ, എന്നിട്ട് നിങ്ങളെന്താ നമ്മുടെ കാര്യം പറയാത്തെ? പറയണം, ടൈമുണ്ടല്ലോ. പിന്നെ പേടിയാന്ന് പറ. പേടിയോ? എനിക്കോ? ഒന്ന് പോകണ്ടേ? ഓ, ആയിക്കോട്ടെ. പാറു ഡീ, എന്താ? കാണാൻ തോന്നുടി. അയ്യാ, പാടുന്നു. ഡീ, എന്നാ നാളെ അങ്ങോട്ട് വന്നോട്ടെ. എന്തിന്? വേണ്ട. എന്താടി? വേണ്ട. ക്ലാസ് തുറക്കാൻ കുറച്ചല്ലേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ വന്നാ സംശയം തോന്നും. പിന്നെ അതൊന്നുമില്ല, വെറുതെ വേണ്ടിയുള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും വരാം. വേണ്ട, ഇനി കോളേജിൽ നിന്ന് കാണാം. ഓക്കെ, എന്നാലേ നീ ഒരു കിസ് താ. അയ്യടാ, ഒന്ന് പോയി. ഒന്ന് താടി പെണ്ണേ. അയ്യോ, വേണ്ടി വരുന്നുണ്ട്, പിന്നെ വിളിക്കാം. ഷോ വെച്ചോ, ഇങ്ങനൊരു പെണ്ണ്. നീ കിടന്നില്ല ഇതുവരെ? ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഒന്ന് പോകലേ. ഓ ശരി തമ്പുരാട്ടി, അടിയും കിടക്കാൻ പോവാണ്. തമ്പുരാട്ടി ആ ലൈറ്റ് ഒരു കിടത്തി ഒന്ന് വന്ന് കിടക്കുവോ? ഒന്ന് പോ എന്റെ പാറു. ലൈറ്റ് ഓഫാക്കി വന്ന് കിടക്ക് പെണ്ണേ. എടാ, ആ പെണ്ണിനെ ഒരു ദിവസമെങ്കിലും എനിക്ക് വേണോടാ. ഇനി ജീവിതകാലം മുഴുവനാണെങ്കിലും കുഴപ്പമില്ല. അത്രക്ക് സുന്ദരിയാണ് അവള്. മച്ചാ, ബി കെയർഫുൾ. എന്ത് ചെയ്യണമെങ്കിലും സൂക്ഷിച്ച് ചെയ്യണം. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ശിവ ഭയങ്കര ഡേഞ്ചറസ് പേഴ്സൺ ആണ്. സോ ഒറ്റക്കുള്ള ടൈം കിട്ടണമെങ്കിൽ നീ അവളെ അങ്ങ് പൊക്ക്. നിന്റെ ആവശ്യം കഴിഞ്ഞാല് 2 തല്ല് കിട്ടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. എത്ര തല്ല് കിട്ടിയാലും കുഴപ്പമില്ല, അത്രക്കും ബ്യൂട്ടിഫുൾ ആണ് അവള്. എടാ, നീ പറയുമ്പോ ഞങ്ങൾക്ക് ഒന്ന് കാണാനൊക്കെ തോന്നുന്നുണ്ട്. അവളെ എനിക്ക് വേണം, വേറെ ആർക്കും തരില്ല. ഒരു നൈറ്റ് എങ്കിൽ ഒരു നൈറ്റ്. ഐ വാണ്ട് ഹർ. ഓക്കേടാ, സൂക്ഷിച്ചു വേണം എന്തായാലും. ഓക്കേടാ മച്ചാ, പിന്നെ വിളിക്കാം. വൃന്ദ, പ്ലീസ് വെയിറ്റ് ഫോർ മീ ബേബി. അന്തിച്ചൂര്യനും കുன்றிൽ സായം മേഘമന്ത് കച്ചയാക കാമൻ പൊങ്കും മോകപ്പൂവിൽ മുത്തക്കും മാലം തങ്ക തിങ്കളിറ്റിൽ പൊട്ടും ഇട്ട് നെഞ്ചിലാടും ശ്വാസച്ചൂട്ടിൽ തിന്നലായി നിന്നരുകെ വന്നു ഞാൻ. കാതിലൊരു മന്ത്രമായി കാകലികൾ മൂലവേ തത്താലെ പെണ്ണേ சேலை நெய்வேன் കണ്ണേ. ഈശ്വര, എന്താ ഇങ്ങനെയൊരു സ്വപ്നം? സാറും ഞാനും അയാൾ ഇന്ന് അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അത് ആലോചിച്ച് കിടന്നിട്ടാ ഇങ്ങനെ ഓരോന്ന് കാണുന്നത്. ദൈവത്തെ പ്രാർത്ഥിച്ച് കിടത്തോളൂ. എന്താ അയ്യേ, ഉറക്കം വരുന്നില്ല.